ബട്ട് നമുക്ക് ഈ ഒരു ഭംഗി കിട്ടില്ല. ബിക്കോസ് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് വാക്ക് ഇൻ ചെയ്യാം നമ്മൾ ആ ഒരു നേച്ചറിലേക്ക്. സോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഭംഗി. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ രാവിലെ ആയി, ഞങ്ങൾ ജസ്റ്റ് അവർ മോർണിംഗ് തന്നെ ബെഡ് ടീ കൊണ്ടു തന്നു. അതുകൊണ്ട് നമ്മളുടെ റൂമിൻ്റെ അടുത്ത് തന്നെ അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ടീ മാത്രം. അതിനുശേഷം നമ്മൾ കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തു. അവിടെ കുറച്ച് ട്രാംപലിൻ ആൻഡ് പിന്നെ കുറച്ച് സ്വിങ്, അങ്ങനെ എന്തെല്ലാം ഈ അപ്പൂന് കളിക്കാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ എന്താ ഇഷ്ടമായി എനിക്ക്? നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് 2 ഐറ്റംസ് ആണുള്ളത്. അതായത് പുട്ടും കടലയും നോർമൽ, അതായത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡ്, ജാം, അങ്ങനെ ബട്ടർ, പിന്നെ ബോയിൽഡ് എഗ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻ, പിന്നെ മിൽക്ക് ടീ, അങ്ങനെ 2 ഇതാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്, ഇത്രയേ ഉള്ളൂ. ബിക്കോസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ മുൻകൂട്ടി പറയണം. അതായത് ഒരു ദിവസം മുന്നേ, ലൈക്ക് നിങ്ങൾ എത്തുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ രാത്രിയോ പറഞ്ഞിട്ടുണ്ടാവണം ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് വേണമെങ്കിൽ. അപ്പം മാത്രമേ അവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ചും കൂടി നേരം അവിടെ തന്നെ പ്ലേ ഏരിയയിലൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം യാപ്പിനെ ഫ്രീ ആയിട്ട് വിട്ട് അതിനുശേഷമാണ് നമ്മൾ ഫ്രഷനപ്പ് ആവാൻ വേണ്ടി പോയത്. ഇത് ഡോം ഷേപ്പാണ് ഇതിന് പറയുക. ഇതിൽ 2 ബെഡ് ഉണ്ടാവും. നമ്മൾ എടുത്തേക്കുന്നത് എ ഫ്രെയിം ആയിരുന്നു. അതിൽ ഒറ്റ കോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലാണെങ്കിൽ 2 ഉണ്ടാവുമായിരുന്നു. അപ്പം കുറച്ചും കൂടി സ്പേസ് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ആൾക്കാർക്ക് അതെടുക്കാം. അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ട് കിടക്കണം, ഒരേ റൂമിൽ തന്നെ വേണം, അങ്ങനെയൊക്കെ നിർബന്ധമുള്ള ആൾക്കാർക്ക് ഇത് ചൂസ് ചെയ്യാം. ബട്ട് മറ്റേതിൻ്റെ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇത് നമുക്കൊരു റൂം പോലെ തന്നെ ഫീൽ ചെയ്യും. നമ്മളൊരു ബെഡ്റൂമിൽ കയറുന്ന പോലത്തെ ഒരു ഫീലാണ് ഇതുണ്ടാവുക. മറ്റേതാണ് നമ്മൾ കയറാൻ പോലും സ്പേസ് ഇല്ലാതെ ജസ്റ്റ് ബെഡിലേക്കാണ് എൻട്രി ചെയ്യുക. അതാണ് ഡിഫറൻസ്. പിന്നെ രാവിലെ കുറച്ച് എന്താ പറയുക, എസ്റ്റേറ്റ് വാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ ലേറ്റായിട്ട് എണീറ്റതുകൊണ്ട് അത് നടന്നില്ല. അതിനുശേഷം നമ്മളെല്ലാവരും ഫ്രഷനപ്പായി കുളിക്കുകയൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി നമ്മളുടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് പോയി. നമ്മൾ ബർത്ത്ഡേ ആണല്ലോ മെയിൻ ആയിട്ടുള്ളത്. സോ എല്ലാ മെറ്റീരിയൽസും ഞങ്ങൾ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ മെറ്റീരിയൽസൊക്കെ ഞാൻ മുന്നേ നമ്മളുടെ ബാംഗ്ലൂർ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, എവിടുന്നാണ് പർച്ചേസ് ചെയ്തതെന്നുള്ള. അപ്പം അത് ആരെങ്കിലും മെറ്റീരിയൽസിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ വ്ളോഗ് ഒന്ന് പോയി കാണാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഇത് നമ്മൾ ഹീലിയം വെച്ചിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പം വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്, നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തന്നെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്തു. വലിയ കുഴപ്പമില്ലാതെ എല്ലാം ഫില്ലാവുന്നുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളെ കയ്യിൽ ഒരു മറ്റേ ഇൻഫ്ലേറ്റർ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ജസ്റ്റ് ചെയ്തു. അപ്പം ആ യൂണിക്കോൺ പോലത്തെയും കൂടെ അതിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ആപ്പിനൊരു ഭയങ്കര ആഗ്രഹം. അവിടെ കളിച്ചുകൊണ്ടിരുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു, കുറച്ച് അപ്പുറത്താണ്. കുക്ക് ചെയ്യുന്നൊക്കെ ആൻറ്റിയുടെ മോളായിരുന്നു. അവൾക്കൊരു ബലൂൺ കൊടുക്കണം, ഞാൻ പോയി കൊടുത്തിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് ഇവള്. നമ്മൾ ജസ്റ്റ് ഓക്കെ, അങ്ങനെ ഒരു ആഗ്രഹം അവൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓക്കെ കൊടുത്തിട്ട് വരട്ടെ എന്ന് വെച്ചു. അങ്ങനെ വിട്ടതാണത്. അതിനുശേഷം ഞങ്ങൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. നമുക്ക് പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെയ്യണമെന്നേ ഉള്ളൂ. കേക്കൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ ബേക്കറാണ്, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, അമ്മ ബേക്കറാണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ എന്താ പറയുക, ഒരു ഫസ്റ്റ് ലെയർ മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവന്നു. ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സും സെറ്റപ്സൊക്കെ ഇവിടെ എത്തിയതിന് ശേഷമാണ് ചെയ്തത്. ആ ഒരു ഫ്രിഡ്ജിൻ്റെ സൗകര്യങ്ങളൊക്കെ തന്നിരുന്നു, ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ നമുക്ക് പറ്റുമായിരുന്നു. അപ്പം അതൊക്കെ മുൻകൂട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ടോപ്പേഴ്സും ഹെഡ് അതിൽ വെച്ചിട്ടുള്ള ക്യാപ്പൊക്കെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നുള്ള വാങ്ങിച്ചതാണ്. അപ്പോൾ അതൊക്കെ ബാംഗ്ലൂർ വ്ളോഗിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് കാണാം. പിന്നെ ആ ലൈറ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ, ലൈറ്റിംഗ് വേർഡ്സ് എഴുതിയിട്ടുള്ള ലൈറ്റിംഗ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ അടുത്തതായിട്ട് വരുന്നുണ്ട്. അപ്പം അതും കൂടി ആർക്കെങ്കിലും ആവശ്യമുണ്ട് വെച്ചാൽ ആ വീഡിയോ എന്തായാലും കാണുക.
പിന്നെ ഇത്രയും സെറ്റപ്പൊക്കെ ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ചെറിയ രീതിയിൽ വിചാരിച്ച പോലെ അറേഞ്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫോട്ടോ എടുക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ തന്നെ. ബിക്കോസ് അവിടെ ഒരു ഭയങ്കര ഐസൊലേറ്റഡ് പ്ലേസ് ആണ്, അങ്ങനെ പെട്ടെന്ന് ആരെയും ഒന്നും കിട്ടില്ല. ലൈക്ക് അവരാണെങ്കിലും എല്ലാവരും ബിസിയാണ്. പിന്നെ നമ്മളും അങ്ങനെ ഒരു ഐസൊലേറ്റഡ് സെലിബ്രേഷൻ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഫാമിലീനെ ഇൻവൈറ്റ് ചെയ്തു, ആരും ഉണ്ടായിരുന്നില്ല ജോയിൻ ചെയ്യാൻ. എല്ലാവരും ഭയങ്കര കുറച്ച് ബിസി ആയിപ്പോയി ആ ഒരു വീക്കിൽ. അപ്പം നമ്മൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മോളുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അത് അന്നത്തെ ഡേ ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നത്. അത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അവർക്കൊരു ഗിഫ്റ്റ് പോലെ എപ്പോഴും എന്താ പറയുക ഒരു ഓർമ്മയിൽ നിൽക്കുന്ന പോലത്തെ ഒരു ബർത്ത്ഡേ ആയിരിക്കണം എന്നൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പ്ലേസ് ചൂസ്. കട്ടിംഗ് ഒക്കെ വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അവൾക്ക് ആവശ്യമുള്ള കേക്കൊക്കെ അവൾ കഴിച്ചു. ബാക്കിയുള്ളതൊക്കെ അവൾ കഴിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എല്ലാം അവിടുത്തെ സ്റ്റാഫ് തന്നെ സെർവ് ചെയ്ത് കൊടുത്തു. അവിടെ വേറെ ഗസ്റ്റുകൾ ആരും ഉണ്ടായിരുന്നില്ല, അവരൊക്കെ രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്തു. ഞങ്ങൾ രാത്രി ലേറ്റായിട്ട് എത്തിയതുകൊണ്ട് ഞങ്ങൾക്കൊരു 4 o'clock വരെ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. നല്ലൊരു പ്രോപ്പർട്ടി, നല്ലൊരു സൂതിങ് എഫക്റ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ അവിടെ യാപ്പിന് കളിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് ശരിക്കും പോകുമ്പോൾ വിചാരിച്ച യാപ്പ് ഒട്ടും എൻജോയ് ചെയ്യില്ല. ബിക്കോസ് അവൾ ഒറ്റയ്ക്കാണല്ലോ, അവളുടെ കസിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അവരെല്ലാം കുറച്ച് ബിസി ആയിപ്പോയി. അപ്പം അവർക്ക് ആരും ഇല്ലാതെ അവൾ ചിലപ്പം ബോറടിച്ചേക്കാന്നുള്ളൊരു തോട്ടിലാണ് ഞങ്ങൾ പോയത്. ബട്ട് അവിടെ എത്തിയപ്പോൾ അവൾക്ക് തിരിച്ച് വരണമെന്നേ ഇല്ല, അവൾ ഒറ്റയ്ക്ക് തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ അവൾക്ക് പറ്റി. അതായിരുന്നു നമുക്ക് നല്ലൊരു സന്തോഷം തോന്നിയൊരു കാര്യം. അത്രയും നല്ലൊരു സ്ഥലമാണ്, അവൾക്ക് സ്വന്തമായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും, ആരെയും കമ്പനി ഒന്നും വേണ്ട. അവൾ നല്ല ഹാപ്പി ആയിരുന്നു അവിടെ. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം ഇൻഷാ അല്ലാ നടന്നു. അപ്പം അതന്നെ. പിന്നെ അതിനുശേഷം കുറച്ച് ഇൻഡോർ ഗെയിംസും കാര്യങ്ങളും, വെയിലൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അകത്തോട്ട് കയറി കുറച്ച് ഇൻഡോർ ഗെയിംസൊക്കെ വെറുതെ ട്രൈ ചെയ്തു. പിന്നെ ജസ്റ്റ് അവൾക്കും വെറുതെ ഒരു ക്രേസിന് അങ്ങനെ എല്ലാം ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തു. അവളെ ശരിക്കും നമുക്ക് കുട്ടികളെയൊക്കെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റിയൊരു പ്ലേസാണ്. മിസ്സാവുന്നുള്ളൊരു ടെൻഷനേ വേണ്ട, നമുക്ക് എല്ലാ കോർണേഴ്സും കാണാൻ പറ്റും. നമ്മൾ ചില റിസോർട്ട്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില കോർണേഴ്സും എല്ലാം നമ്മൾ മിസ് ഔട്ട് ആവും. അവർ ഓടിയിട്ടൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടില്ല എന്നൊക്കെ വരും. ഇങ്ങനെ കുറച്ച് നല്ല രീതിയിൽ അറേഞ്ച് ഒക്കെ ചെയ്ത് ഗാർഡനൊക്കെ വലിയ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള റിസോർട്ട്സിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ടെൻഷനാവും എവിടെ പോയി എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ എത്ര ദൂരെ നിന്നാലും അവർ ഫ്രീ ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരെ നിന്നിട്ട് അവരെ കാണാൻ പറ്റും, അവർ ഏത് പോയിന്റ് വരെ പോകുന്നുള്ളത്. എല്ലാ കോർണേഴ്സും അങ്ങനെയാണ്, ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കും ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു അവളെ കളിക്കാൻ വിടാൻ വേണ്ടിയിട്ട്. അപ്പം ഐ തിങ്ക് എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് വൺസെങ്കിലും ട്രൈ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്, ഡെഫിനറ്റ്ലി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലീൻ്റെ ഒക്കെ കൂടെ പോകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ബാത്റൂംസ് ഇതേപോലെ കോമൺ ആണ്, ബട്ട് ഒരു എ ഫ്രെയിമിന് ഒരു ബാത്റൂം എന്ന രീതിയിൽ അത്രയും നമ്പർ ഓഫ് ബാത്റൂംസ് ഉള്ളതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബാത്റൂം മറ്റൊരാൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കോമൺ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അത്രയും ടെൻഷൻ ആവണ്ട, നമ്മളുടെ റൂമിനുള്ളിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് അത് നമുക്ക് പേഴ്സണലി ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് തന്നെയായിരിക്കും, നല്ല നീറ്റുമാണ്, നല്ലോണം അവർ വെൽ മെയിൻ. അങ്ങനെ നമ്മൾ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞ് ഒരു 2 o'clock അങ്ങനെ ആയപ്പോഴത്തേക്ക് ഫുഡ് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ലഞ്ച് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒന്നും ഓർഡർ ചെയ്തില്ല. ശ്രീഷാദിന് പുട്ട വേണ്ടെന്നാണ്, പുട്ട അറേഞ്ച് ചെയ്തു. എനിക്ക് റൈസും എനിക്ക് യാപ്പനും റൈസായിരുന്നു വേണ്ടത്. സോ ഞങ്ങളെല്ലാവരും നല്ലൊരു ഫുഡ് കിട്ടി നമുക്ക്. അപ്പം എല്ലാവർക്കും അവിടെ ലഞ്ചില്ല, ലഞ്ച് നമ്മൾ മുൻകൂട്ടി പറഞ്ഞാൽ മാത്രമേ ലഞ്ച് കിട്ടുള്ളൂ. നമ്മൾ ലേറ്റായിട്ട് എത്തിയത് കൊണ്ടാണ് നമുക്ക് ലഞ്ച് അവർ പ്രൊവൈഡ് ചെയ്ത് തന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അല്ലാതെ പെട്ടെന്ന് അവർ ഒരു റെസ്റ്റോറൻറ്റൊക്കെ പോലെ അവർക്ക് അറേഞ്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്പെസിഫിക് ആണെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി അവരെ ഒന്ന് ഇൻഫോം ചെയ്യുന്നത് നല്ലതായിരിക്കും.
അങ്ങനെ ഞങ്ങളൊരു 3 അങ്ങനെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിലെത്തിയിട്ടും ചെറിയ ചെറിയ പരിപാടീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, മുൻകൂട്ടി പറഞ്ഞാൽ അവർ എന്ത് വേണമെങ്കിലും അറേഞ്ച് ചെയ്യും. പെട്ടെന്ന് പറഞ്ഞാൽ അവരൊന്നും അറേഞ്ച് ചെയ്ത് തരാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. ബിക്കോസ് അവിടുന്ന് ടൗണിലേക്ക് വരണമെങ്കിൽ 2 to 3 കിലോമീറ്റേഴ്സ് എന്തോ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇപ്പോൾ പാർട്ട് 1 കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ട് 1 പോയിട്ട് കാണുക, എന്നിട്ട് പാർട്ട് 2 കാണാൻ വേണ്ടി വരിക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഇഷ്ടമാണെങ്കിൽ ഈ സ്ഥലം എന്തായാലും പോയി വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇതേപോലത്തെ മോർ എക്സ്പ്ലോറിങ് വീഡിയോസ് ആയിട്ട് ഞാൻ അടുത്ത വീക്കിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.